നമസ്കാരം. കേരളത്തിൽ നിന്നുള്ള ഒരു തട്ടിപ്പിന്റെ പേരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രാജി ആവശ്യപ്പെടാനുള്ള തയ്യാറെടുപ്പിലാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ഈ തട്ടിപ്പിലേക്ക് പ്രധാനമന്ത്രിയുടെ പേര് വലിച്ചിഴച്ചതാകട്ടെ BJP സംസ്ഥാന വൈസ് പ്രസിഡന്റായിട്ടുള്ള AN രാധാകൃഷ്ണനും. ഇപ്പോൾ മനസ്സിലായി കാണും ഏത് തട്ടിപ്പിനെ കുറിച്ചാണ് പറയുന്നത് എന്ന്. അതെ, വുമൺ ഓൺ വീൽസ് എന്ന പേരിൽ അനന്തുകൃഷ്ണനെ മുന്നിൽ നിർത്തി AN രാധാകൃഷ്ണൻ നടത്തിയ 1000 കോടിയുടെ CSR ഫണ്ട് തട്ടിപ്പിനെ കുറിച്ച് തന്നെയാണ്. ഇക്കാര്യം പൊതുസമൂഹത്തിന് മുന്നിലേക്ക് എത്തിച്ചത് ക്രൈം സ്റ്റോറിയിൽ വന്ന ആ ചർച്ചയിലൂടെയാണ്. അനന്തുകൃഷ്ണനിൽ മാത്രം ഒതുങ്ങി പോകുമായിരുന്ന ഈ തട്ടിപ്പിന് ചുക്കാൻ പിടിച്ചത് ആരാണെന്നും മറ്റുമുള്ള കാര്യങ്ങൾ പൊതുജന സമക്ഷം വന്നത് പിന്നീട് അത് പല മാധ്യമങ്ങളും ഏറ്റെടുത്തു. എന്തായാലും അനന്തുകൃഷ്ണനെ മുന്നിൽ നിർത്തി AN രാധാകൃഷ്ണൻ നടത്തിയ തട്ടിപ്പിലേക്ക് കേരളത്തിലെ മറ്റു പാർട്ടികളിലെ നേതാക്കളെ വരെ വലിച്ചിഴക്കാൻ കഴിഞ്ഞു. അതിന് AN രാധാകൃഷ്ണനും അനന്തുകൃഷ്ണനും അടങ്ങുന്ന ഈ തട്ടിപ്പ് സംഘം ഉപയോഗിച്ചത് BJP എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ബാനറും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അടക്കമുള്ള ചിത്രങ്ങളുമാണ്. മോദിയുടെ പടം ഉപയോഗിച്ച ഫ്ലെക്സ് വെച്ചതിലൂടെ ഇത് BJPയുടെ കീഴിൽ നടത്തുന്ന പരിപാടിയാണെന്ന് വരുത്തി തീർക്കാൻ AN രാധാകൃഷ്ണന് കഴിഞ്ഞു. മാത്രമല്ല, അനന്തുകൃഷ്ണനും AN രാധാകൃഷ്ണനും ചേർന്ന് മണ്ഡലം, ഏരിയ, ജില്ലാ നേതാക്കളുടെ തലപ്പടങ്ങളൊക്കെ ഉപയോഗിച്ചും ആദ്യം നടത്തിയ പരിപാടികൾ അവരെ പങ്കെടുപ്പിച്ചും വിശ്വാസ്യത നേടിയെടുത്തു. ഇതിലേക്ക് മറ്റു രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെയും ചാരിറ്റബിൾ സൊസൈറ്റി ഭാരവാഹികളെയും ഒക്കെ പങ്കെടുപ്പിച്ച് ജനകീയതയും നേടിയെടുത്തു. അത്തരത്തിലാണ് സായിഗ്രാമത്തിന്റെ ഉടമയുടെ പേരുകൂടി, ആനന്ദകുമാറിന്റെ പേരുകൂടി ഇതിലേക്ക് വരുന്നത്. എന്തു തന്നെയായാലും 1000 കോടിയുടെ ഈ തട്ടിപ്പ് BJPക്ക് ദേശീയ തലത്തിൽ വരെ അവമതിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നതിൽ സംശയമില്ല. അതിന്റെ ബാക്കിപത്രമാണ് പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി ലോക്സഭയിൽ ഇക്കാര്യം ഉന്നയിക്കാൻ പോകുന്നതും. പ്രത്യേകിച്ച് ഡൽഹി മദ്യനയ കേസ് എടുത്ത് അരവിന്ദ് കെജ്രിവാളിനെതിരെ AAP നേതാവായിട്ടുള്ള അരവിന്ദ് കെജ്രിവാളിനെതിരെ ആയുധമാക്കിയ ചരിത്രം മുന്നിൽ നിൽക്കുമ്പോഴാണ് 1000 കോടിയുടെ CSR ഫണ്ട് തട്ടിപ്പ് BJPയുടെ പേരിൽ നടക്കുന്നത്. ഡൽഹിയിൽ BJPയുടെ വിജയത്തിൽ ഈ കേസും ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് കേരളത്തിൽ നിന്നുള്ള നേതാവായ AN രാധാകൃഷ്ണന് തന്റെ സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി BJPയെയും പ്രധാനമന്ത്രിയെയും വരെ ഉപയോഗിച്ചിരുന്നത്. അതായത് അദ്ദേഹം ഈ പേരുകൾ വെച്ച്, അതായത് BJPയുടെയും നരേന്ദ്രമോദിയുടെയും പേരുകൾ വെച്ച് പാർട്ടിയെയും ഒക്കെ വഞ്ചിച്ചിരിക്കുന്നു. രാഹുൽ ഗാന്ധി ഇത് ഉന്നയിക്കുന്നതോടുകൂടി പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം ഒന്നിക്കുകയും ചെയ്യും. പ്രധാനമന്ത്രിയുടെ രാജി തന്നെയാണ് രാഹുൽ ഗാന്ധി ആവശ്യപ്പെടാൻ ഒരുങ്ങുന്നത് എന്നാണ് വിവരം. ലോക്സഭ പ്രക്ഷുബ്ധമാകുമെന്ന് പ്രത്യേകം പറയേണ്ടതുമില്ല. ഇപ്പോഴും AN രാധാകൃഷ്ണൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു കാര്യത്തിൽ തനിക്ക് പങ്കില്ലെന്ന് വരുത്തി തീർത്ത് അനന്തുകൃഷ്ണനെ കുരുക്കാനുള്ള ശ്രമമാണ്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് അന്വേഷണം കൃത്യമായ രീതിയിൽ ഒതുക്കി തീർത്തിരിക്കുന്നത്. വേണ്ട രീതിയിൽ അനന്തുകൃഷ്ണനെ ഇതുവരേക്കും ചോദ്യം ചെയ്തിട്ടില്ല. അത്തരത്തിൽ ചോദ്യം ചെയ്തിരുന്നുവെങ്കിൽ പല പേരുകളും പുറത്തേക്ക് വരുമായിരുന്നു. ഇതിന്റെ പ്രധാനപ്പെട്ട വിവരങ്ങളെല്ലാം തന്നെ പുറത്തേക്ക് വരുമായിരുന്നു. ഇനി ഈ കേസ് ക്രൈംബ്രാഞ്ചിന് വിടാനുള്ള നീക്കമാണ് നടക്കുന്നത്. ഇതിലൂടെ ഈ കേസ് തേച്ചുമാച്ചു കളയാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇതിന് പിന്നിൽ ഇടപെട്ടതാകട്ടെ പ്രമുഖ വ്യവസായി യൂസഫ് അലിയാണ്. ഈ കേസ് തേച്ചുമാച്ചു കളയാൻ പിന്നിൽ പ്രവർത്തിക്കുന്നത് പിണറായി വിജയൻ, യൂസഫ് അലി, AN രാധാകൃഷ്ണൻ എന്നിവർ തമ്മിലുള്ള ഡീലാണ്. അതിനെക്കുറിച്ചുള്ള കൂടുതൽ വാർത്തകളുമായി ഞങ്ങൾ എത്തും. നന്ദി.